പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുക്കാനാണ് എന്ന വ്യാജേന പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടയം ഏറ്റുമാനൂരാണ് ഇത്തരത്തിലൊരു സംഭവമുണ്ടായത്. പെരുമ്പാവൂർ വെങ്ങോല കട്ടോളിപ്പറമ്പിൽ സനീഷ് നൌഷാദ് എന്ന 38 വയസ്സുകാരനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മുൻപ് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ തട്ടിപ്പാണ് ഇയാൾ ഏറ്റുമാനൂർ നടത്തിയത്. അതായത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന 2 ബ്യൂട്ടി പാർലറുകൾ ഇയാൾ കണ്ടെത്തുകയായിരുന്നു. അതിനുശേഷം ആ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും ഒരു വ്യാജ പരാതി നൽകുകയായിരുന്നു. സ്വാഭാവികമായും പരാതി കിട്ടിയാൽ പോലീസ് ആ സ്ഥാപനങ്ങളിൽ പരിശോധനയ്ക്കെത്തും. ഇങ്ങനെ പോലീസ് പരിശോധനയ്ക്കെത്തുന്നു, പരിശോധന നടത്തി മടങ്ങുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ഈ സനീഷ് ആ സ്ഥലത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പോലീസ് സംഘം പോയതിന് ശേഷം ഈ സ്ഥാപനത്തിലേക്ക് എത്തുകയും സ്ഥാപന ഉടമകളുമായി സംസാരിക്കുകയുമായിരുന്നു. ഇത്തരത്തിൽ പരാതിയുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെതിരെ നിരന്തരം ഇനി പോലീസിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണങ്ങളും പരിശോധനകളും റെയ്ഡുകളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകേണ്ടതുണ്ട്. ആ പണം താൻ മുഖേന താൻ വഴി നൽകാം, അതിന് നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ആ സ്ഥാപന ഉടമകളെ സമീപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 2 സ്ഥാപന ഉടമകളും ഇത് നിരസിക്കുകയായിരുന്നു. പിന്നീട് ഇയാൾ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥാപന ഉടമയിൽ നിന്നും 50,000 രൂപ തട്ടിയെടുക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ തുടർച്ചയായി ഇയാൾ വീണ്ടും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നത് തുടർന്നതോടെയാണ് ആ സ്ഥാപന ഉടമ പരാതിയുമായി ഏറ്റുമാനൂർ പോലീസിനെ സമീപിച്ചത്. കോട്ടയത്ത് ഏറ്റുമാനൂരും മറ്റുള്ള ബ്യൂട്ടി പാർലറുകളിൽ ചെന്നിട്ട് സ്ത്രീകൾ നടത്തുന്ന സ്ഥാപനമായിരുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് പോലീസ് ഒരു പരാതിയുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്നായിരുന്നു. അപ്പോൾ അത് അവിടെ ചെന്ന് നമ്മൾ എൻക്വയറി ചെയ്ത് തിരികെ പോകുന്നതാണ്. അതിൽ വേറെ ഇല്ലീഗലായിട്ടുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വ്യാജ പരാതിയായിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരും അഡ്രസ്സൊന്നും വെക്കാത്തൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളവിടെ ചെല്ലുന്നത്. അപ്പോൾ ആ പരാതിയുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ ചെന്ന് അന്വേഷണം നടത്തി നമ്മൾ പോകുന്നതാണ്. അപ്പോൾ പോലീസ് മടങ്ങിപ്പോകുന്നതിന് ശേഷം ഈ ഇതിലെ പ്രതിയായിട്ടുള്ള സനീഷ് എന്ന് പറയുന്ന വ്യക്തി ഈ സ്ഥാപനത്തിൽ ചെന്ന് സ്ഥാപനത്തിലുള്ളവരെ സമീപിച്ചിട്ട് പോലീസ് ഇനിയും സ്ഥിരം വീണ്ടും വരും, എപ്പോഴെപ്പോഴും പോലീസ് വന്ന് നിങ്ങളെ ശല്യപ്പെടുത്തും, അപ്പോൾ അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പോലീസിന് പൈസ കൊടുക്കേണ്ടതുണ്ട്, CIക്കും SIക്കും DYSPക്കും എല്ലാവർക്കും പൈസ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ മര്യാദക്ക് പ്രവർത്തിച്ച് പോകാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല, അങ്ങനെയുള്ളൊരു ഭീഷണി സ്വരത്തിൽ ഇവരോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഭയപ്പെട്ടിട്ട് പൈസ കൊടുക്കുകയാണ് ചെയ്തത്. ഇയാൾ ആവശ്യപ്പെട്ടത് 25,000 വെച്ച് 2 തവണയായിട്ട് 50,000 രൂപ ആവശ്യപ്പെട്ട് ഇയാളുടെ അക്കൗണ്ടിലൂടെ ഇയാൾ ആ എമൗണ്ട് വാങ്ങി ഗൂഗിൾ പേ ചെയ്ത് വാങ്ങിപ്പിച്ചു. ശേഷം ഇയാൾ ചെയ്തത് വീണ്ടും ഇവരെ സ്ഥിരമായിട്ട് ശല്യപ്പെടുത്തുകയും അതിനെ തുടർന്ന് ഇവരോട് മോശമായിട്ടുള്ള രീതിയിൽ, സ്ത്രീയായതുകൊണ്ട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് ഇവരുടെ മോശമായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ന്യൂഡായിട്ടുള്ള വീഡിയോയും ഫോട്ടോസും അയച്ചു തരണമെന്നും ഇവരോട് പിന്തുടർന്ന് ഇവരെ നിരന്തരമായിട്ട് ശല്യം ചെയ്ത് പറഞ്ഞു. അപ്പോൾ അതുകൂടി ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർ സ്റ്റേഷനിൽ സമീപിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഇയാളിൽ നിന്നുള്ള ശല്യം കൊണ്ടും ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്, നിലവിൽ ഇപ്പോൾ ഇതും പറഞ്ഞ് ശല്യം ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരിവിടെ വന്ന് പരാതി പറയുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയാണ് ചെയ്തത്. ശേഷം ഇയാൾ അന്ന് മുതൽ ഒളിവിൽ പോയതാണ്. ഇയാളെപ്പറ്റി അന്വേഷിച്ച് നമ്മൾ ഇയാളുടെ പ്രസൻസ് നോക്കി വന്നപ്പോഴാണ് ഇയാൾ നാട്ടിലില്ല, ഇയാൾ മലപ്പുറത്ത് ഒളിവിൽ താമസിക്കുകയാണെന്ന് അറിവ് കിട്ടി. അങ്ങനെ നമ്മളവിടെ പോയി ഇയാളെ കണ്ടെത്തി കൂട്ടിക്കൊണ്ട് വന്ന് ചോദിച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഈ രീതിയിൽ വാങ്ങിയതാണ്, ഇയാൾ ഇരിക്കുമ്പോൾ അങ്ങനെ ആ രീതിയിൽ പല ആളുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും അവിടെ ചെന്ന് ഇതേപോലെ പിരിവ് നടത്തുന്ന ഒരു സ്വഭാവക്കാരനാണെന്ന് നമ്മൾ അന്വേഷണത്തിൽ ബോധ്യമായി. അതുകൂടാതെ ഇയാൾക്ക് മുക്കുപണ്ടം കൊണ്ടുപോയി പണയം വെച്ചതിന് 3-4 സ്റ്റേഷനുകളിൽ കേസുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റികളാണ് ഇയാളുടെ പ്രധാന ഒരു മോഡസ് എന്ന് പറയുന്നത്. ശേഷം അയാളെ കുറ്റം നമ്മൾ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തി. അയാളോട് ചോദിച്ചപ്പോൾ അയാൾ കൃത്യമായിട്ട് തന്നെ ഇന്ന രീതിയിലാണ് ചെയ്തത് എല്ലാം പറഞ്ഞു. അതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. കോടതി അയാളെ റിമാൻഡ് ചെയ്തു. അതെ. മുൻപ് കേട്ടുകേഴ്വി പോലും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പുതിയ തട്ടിപ്പാണ് ഏറ്റുമാനൂർ നടന്നിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി നൽകാനാണ് എന്ന വ്യാജേന പണം പിരിച്ച തട്ടിപ്പ് നടത്തിയ യുവാവിനെയാണ് ഏറ്റുമാനൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തനിക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന് മനസ്സിലാക്കിയ സനീഷ് ഇവിടെ നിന്ന് ഒളിവിൽ പോവുകയായിരുന്നു. പിന്നീട് ഏറ്റുമാനൂർ CI AS അൻസലിൻ്റെയും SI അഖിൽ ദേവിൻ്റെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മലപ്പുറത്ത് നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്.
ഏറ്റുമാനൂർ പോലീസ് പറയുന്നത് സമാനമായ രീതിയിലുള്ള പല തട്ടിപ്പുകളിലും ഇയാൾ പ്രതിയാണ്, പല പോലീസ് സ്റ്റേഷനുകളിലും ഇയാൾക്കെതിരെ കേസുണ്ട് എന്നുള്ളതാണ്. സമാനമായ രീതിയിൽ ബ്യൂട്ടി പാർലറുകളും സ്പാ സെൻ്ററുകളും കേന്ദ്രീകരിച്ചും ഇയാൾ മുൻപ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും വളരെ വിചിത്രമായ ഒരു തട്ടിപ്പാണ് ഇത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നേരിട്ട് നിരീക്ഷിച്ച് ബോധ്യപ്പെട്ട് മനസ്സിലാക്കുന്നു. പിന്നീട് ആ സ്ഥാപനങ്ങളിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം വ്യാജ പരാതി നൽകുന്നു. അത്തരത്തിൽ പരാതി നൽകിയാൽ സ്വാഭാവികമായും പോലീസിൻ്റെ ഭാഗത്തു നിന്നും റെയ്ഡ് അടക്കമുള്ള നടപടികൾ അവിടെ ഉണ്ടാകും, അല്ലെങ്കിൽ പരിശോധനകൾ ഉണ്ടാകും. ഇത്തരത്തിൽ പരിശോധനയ്ക്ക് പോലീസ് എത്തുന്നത് മാറി നിന്ന് നിരീക്ഷിക്കുന്നു. അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം പോലീസ് സംഘം പോകുന്നതിന് തൊട്ടു പിന്നാലെ അവിടേക്ക് എത്തുകയും താൻ പോലീസിന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നൽകിയാൽ അത് ഒഴിവാക്കാം, തുടർ നടപടികൾ ഒഴിവാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കട ഉടമകൾ അല്ലെങ്കിൽ സ്ഥാപന ഉടമകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമാണ് ഇയാൾ ചെയ്തിരുന്നത്. എന്താണെങ്കിലും ഈ പ്രതിയെ ഇപ്പോൾ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഏറ്റുമാനൂരിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.